കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒരു റാഹത്ത് തന്നെ കൊടുക്കണേ, അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവരെന്ത് ചെയ്യണം, ഏറ്റെടുക്കണം. എന്താ സ്ലിപ്പ് എന്താ കൊടുത്തിട്ടുണ്ടോ? എന്താ ചെയ്ത് അതെ, അതിൻ്റെ നമ്പറൊക്കെ ഗൂഗിൾ പേ സംവിധാനമുണ്ട്. മാഷാ അല്ലാ, എന്നാൽ പിന്നെ എളുപ്പമാണല്ലോ, പെട്ടെന്നായി. അപ്പോൾ ആ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു 7 ലക്ഷം കൂടെ നമ്മുടെ കളക്ട് ചെയ്താലേ നമ്മുടെ ആ ഒരു പിന്നെ എന്താ ബൈത്തുർ റഹ്മാൻ്റെ പേര്, ബൈത്തുന്നൂർ അള്ളാഹു തആല അത് പൂർത്തിയാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു കുടുംബത്തിൻ്റെ കണ്ണീര് ഒപ്പം കഴിഞ്ഞാൽ അതിന് പകരം അള്ളാഹു നമ്മുടെ കണ്ണുനീർ പടച്ചതമ്പുരാൻ തുടച്ചു നീക്കിത്തരും. പടച്ചതമ്പുരാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബറക്കത്തൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബിസിനസ്സുകൾ തകർന്നത്, ഒരുപാട് കച്ചവടങ്ങൾ പൊളിഞ്ഞു പോയത്, ജോലി നഷ്ടപ്പെട്ടത് ഒക്കെ ഉണ്ട്. നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. ആ വരുന്ന വരവിൽ അള്ളാഹു നൽകുന്നതിൽ നിന്ന് റബ്ബിലേക്ക് നമുക്ക് സദഖ ചെയ്യാൻ പറ്റണം. റമദാനാണ്, നല്ലൊരു മനോഹരമായ പകലാണ്. ഇത്രയും 25-ാം രാവിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ആരും വിട്ടുപോകരുത്. പടച്ചതമ്പുരാൻ നമ്മൾക്കൊക്കെ ഇബാദത്തിന് തൗഫീഖ് തരട്ടെ. ഇന്ന് നമ്മൾ ഈ സദസ്സിൽ കൊടുക്കുന്നത് പോലെ ആവില്ല ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞാൽ കൊടുക്കുന്നത്. ഇന്നത്തെ കൂലി അത് 70,000, 700,000, 70,000 ഒക്കെയാണ്. റമദാനല്ലേ, നോമ്പുകാരാണ് നമ്മൾ, നോമ്പെടുത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, പിടിച്ചു വെക്കണ്ട. പിന്നെ ഒരു പൈസ കീശിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിനിമം ഒരു 70 പിശാച്ചെങ്കിലും വന്ന് കൈ പിടിക്കുന്ന, കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് 70 ആൾ പിടിക്കുന്ന, കൊടുക്കല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് 70 പിശാച്ചിങ്ങളെ വകഞ്ഞു മാറ്റിയിട്ട് വേണം എന്തെങ്കിലും കൊടുക്കാൻ. അപ്പം നിങ്ങൾക്ക് അത് എത്രയൊക്കെ കഴിവുണ്ടെങ്കിൽ പിശാച്ചിനെ തളർത്തിയിട്ടെങ്കിലും എന്ത് ചെയ്യാം, ആ ഒരു സദുദ്യമത്തിലേക്ക് നിങ്ങൾ സഹായിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون. അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിവിധങ്ങളായ വഴികൾ. ഇനി ഒരു വശം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ക്ലാസിൻ്റെ അടുത്തൊരു പകുതിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പറയുന്നത് മലക്കുകൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ മലക്കുകൾ നമ്മളെ ശപിക്കും. മലക്കുകൾ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മലക്കുകൾ ശപിക്കുന്നു എന്ന് പറയുന്ന പല വിഷയങ്ങളും ഖബായിറാണ്, വൻദോഷങ്ങളിൽപ്പെട്ടതാണ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറയാറുണ്ട്, പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ ഇനി പറയുന്ന വിഷയങ്ങൾ നമുക്ക് പാടില്ലാത്തതാണ്. അത് ചെയ്യുമ്പോൾ മലക്കുകളുടെ ശാപം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ നശിക്കൂലേ? നമ്മൾ എങ്ങനെ വിജയിക്കാം? അതുകൊണ്ട് ശ്രദ്ധിക്കണമേ. ചെറിയ കാര്യം മുതൽ, മൻ ദഖലൽ ഹമ്മാമ ബിഗൈരി മിഅ്സരിൻ ലഅനഹുൽ മലകാൻ. അനസ് റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ടുപഠിച്ചൊരു ഹദീസാണിത്. ഇന്നിപ്പോൾ നമ്മൾ സ്പാ സെന്ററുകളുണ്ട്, നാട്ടിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഹമ്മാമാണ്, ഷാമിലൊക്കെ ഇപ്പോഴുണ്ട്. മഗ്രിബി ഹമ്മാം, മൊറോക്കോയിലുണ്ട് ഹമ്മാമുകൾ. പബ്ലിക് ബാത്റൂം എന്നാണത് പറയാം. സ്റ്റീം ബാത്ത് എടുക്കാൻ വേണ്ടി, ചുടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി, പിന്നെ മറ്റു ആരോഗ്യത്തിന് വേണ്ടി, നഖം മുറിക്കാൻ, വൃത്തിയാവാൻ, അതിനൊക്കെ പൈസക്കാർ പോയിരുന്ന അന്നത്തെ സലൂണുകളാണ് അന്നത്തെ ഹമ്മാമുകൾ. അത് മക്കയിലും മദീനത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് സിറിയയിലുണ്ട്, ജോർഡാനിലും ഫലസ്തീനിലും, പിന്നെ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ലിബിയയിലും അൾജീരിയയിലും, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മൊറോക്കോയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഹമ്മാമുകൾ. അതിനെ സംബന്ധിച്ചൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അവിടെ പോയിട്ട് തുണിയിച്ചിട്ടിരിക്കരുത്, ഔറത്ത് കാണിച്ചിരിക്കരുത്. മൻ ദഖലൽ ഹമ്മാമ ബിഗൈരി മിഅ്സരിൻ, അരമുണ്ട് പോലും ഉടുക്കാതെ, അരമുണ്ടെന്ന് പറഞ്ഞാൽ പൊക്കിൾ മുതൽ കാൽമുട്ട് വരെ മറയുന്ന വസ്ത്രമെങ്കിലും ഇല്ലാതെ ആരെങ്കിലും അതുപോലെയുള്ള ഒരു ഹമ്മാമിൽ എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ സലൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിവെട്ടുന്ന സലൂണല്ലേ, ബോഡി സ്പാ ചെയ്യുന്ന സലൂണുകളുണ്ടല്ലോ, അങ്ങനെ ഒരു അരമുണ്ടില്ലാതെ അവിടെ കടന്നു കൊടുത്താൽ ലഅനഹുൽ മലകാൻ, അവന്റെ കൂടെ നിൽക്കുന്ന 2 മലക്കുകളും അവനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഔറത്ത് വെളിവാവുന്ന സ്ഥലമാണത്. ഇതൊരു ട്രീറ്റ്മെന്റിനോ ഒരു ചികിത്സക്കോ അല്ല. അങ്ങനത്തെ ഒരു ചികിത്സ അല്ലല്ലോ ഇത്. ഔറത്ത് കാണാത്ത രീതിയിൽ ഇത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ തുണി മറച്ചുകൊണ്ടേ പറ്റുകയുള്ളൂ.
ഒരു സർജറി നടക്കുന്ന പോലെയല്ലേ അത്. അത് അനിവാര്യമായ ഘട്ടങ്ങളാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ അപ്പം നമ്മൾ ഇപ്പോൾ പബ്ലിക് നമ്മൾ കുളത്തിൽ കുളിക്കുകയാണ്, പുഴയിൽ കുളിക്കുകയാണ്. ഇപ്പം ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ അന്യ സ്റ്റേറ്റുകാരെ കുളിക്കണുള്ളൂ അല്ലേ? നമ്മൾ നാട്ടുകാരെ കുളി നിർത്തി വന്നു. മുമ്പൊക്കെ കുളത്തിലും പുഴയിലൊക്കെ പോയി കുളിക്കലും അലക്കലും തിരുമ്പലും വരലൊക്കെ ജോറായിരുന്നു. ഇപ്പം വല്ലാണ്ട് കാണുന്നില്ല. ഞാൻ പറയണ്ടല്ലേ, നടന്നോട്ടെ, ആയിക്കോട്ടെ, അതില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആണുങ്ങളും ട്രൗസറിട്ട് കുളിക്കരുത്. എന്ത് ചെയ്യണം, ഒരു മുണ്ടെങ്കിലും മറയണം. കാൽമുട്ട് മറയുന്ന ഒരു മുണ്ടെങ്കിലും എടുത്തിട്ട് പബ്ലിക്കിൽ കുളിക്കുമ്പോഴേ, അത് കടലിലാണെങ്കിലും കുളത്തിലാണെങ്കിലും അങ്ങനെ കുളിക്കാവൂ. അല്ലാഹുവിൻ്റെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഔറത്തിനെ സംബന്ധിച്ച് വലിയൊരു ഹദീത്ത് ഉണ്ട്. ലഅനല്ലാഹു الناظر والمنظور إليه لعن الله الناظر والمنظور إليه. അള്ളാഹു നോക്കുന്നവനെയും നോക്കപ്പെടുന്നവനെയും ശപിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നുന്നു ഈ ഉമ്മത്തിനെ അള്ളാഹു ഇങ്ങനെ കൈവിടാൻ കാരണം ഈ അടുത്ത കാലത്തായിട്ടാണ് ഇങ്ങനെ ഒരു ഹിഫ്ള് ഉമ്മത്തിൻ്റെ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഉമ്മത്തിനുള്ളിൽ എവിടെയോ ചില പാകപ്പിഴകൾ നടക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം. ഇതിൻ്റെ കാരണം അന്വേഷിക്കണം. നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞ് എഴുതിയിട്ട് നമ്മളിൽ കാരണങ്ങളുണ്ടോ, നമ്മൾ എന്തെങ്കിലും ചെയ്ത് തെറ്റുകൊണ്ടാണോ ഉമ്മത്തിൻ്റെ ഉള്ളിൽ ഈ ഫിർഖത്തും ഇതുപോലെയുള്ള അപസ്വരങ്ങളും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. എനിക്ക് പേടിയാവുന്നൊരു ഹദീസാണിത്. അല്ലാഹു തആല നോക്കുന്നവനെയും നോക്കപ്പെടുന്നവനെയും ശപിച്ചിരിക്കുന്നു. എന്തിനെ പറ്റി പറയുന്നറിയോ? ഇലൽ ഔറ, ഒരു മനുഷ്യന്റെ ഔറത്ത് നോക്കുക, സെക്ഷൽ വീഡിയോകൾ കാണുക, അത്തരം ഇമേജുകൾ കാണുക, പൊണോഗ്രഫി ഈ ഉമ്മത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക. അത് നോക്കപ്പെടുന്നവൻ ആരാണോ അത് കാണിച്ചു കൊടുക്കുന്നത്, അവർ ആരുടെ ഔറത്താണോ കാണപ്പെടുന്നത് അവരെയും നോക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത് വലിയ ഗൗരവമാണ്. ഔറത്തിന് കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെയും കളിയാണെങ്കിൽ തന്നെയും മുട്ടുപൊക്കൾ നമ്മുടെ ഔറത്താണ്. ദീൻ പറയണ്ടേ? അപ്പോൾ പല ട്രോളും വരും. കളിക്കുമ്പോൾ പിന്നെ ഔറത്തൊക്കെ മറിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ കോൽ എങ്ങനെ ഉണ്ടാവും? മുട്ടിൻ്റെ മുകളിൽ ട്രൗസർ ഉണ്ടെങ്കിലല്ലേ ഓടാൻ പറ്റുള്ളൂ. അത് കുറച്ച് മുട്ട് വരെ ഒന്ന് ഇറക്കിയാലോ ഓടാൻ പറ്റായൊന്നുമില്ല. ഉണ്ടോ? നാളെ സ്വർഗത്തിലേക്ക് ഓടിക്കയറണമെങ്കിൽ അത് വേണ്ടി വരും. പക്ഷെ ഇവിടെ മാത്രമേ ഓട്ടം നടക്കുള്ളൂ. അതുകൊണ്ട് ഉസ്താദ്മാരങ്ങനെ പറഞ്ഞു കൊടുത്താൽ തന്നെ ഇപ്പോൾ കളിൻ്റെ കാലത്തൊക്കെ ഏതോ ഉസ്താദ്മാരങ്ങനെ പറഞ്ഞു ഔറത്ത് കാണല്. അപ്പം തുടങ്ങി ട്രോള്. ഫിഫ കപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഔറത്തപ്പോൾ ആകെ കാണുന്നത് അത് നോക്കാനാണല്ലോ അവിടെ പോകുന്നത്, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ. ഓരോരുത്തരും ഓരോ രീതിയിൽ അങ്ങനെ റീഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞു കൊടുത്ത നീ തെറ്റ് പറ്റിക്കണമെന്ന് അറിയില്ല. പക്ഷേ ഔറത്ത് തന്നെയാണ്. അത് കാണുന്നതും നോക്കുന്നതും കാണിച്ചു കൊടുക്കുന്നതും ഒരു മുസ്ലിമിന് കുറ്റകരമാണ്. ഇസ്ലാം വേണ്ട അന്ന് നമുക്ക് ആവശ്യമില്ല. അവര് പോയിക്കോട്ടെ, അവരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ പറയുന്നത്. ലഅനല്ലാഹു الناظر والمنظور إليه. ഒരു അന്യ മനുഷ്യന്റെ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ഔറത്ത്, ഒരു ഭാര്യ ഭർത്താവിനും ഭർത്താവിൻ്റെ ഭാര്യയ്ക്കും അവിടെ വിഷയമല്ല. അല്ലാത്തത് മുഴുവൻ പ്രശ്നമാണ്, ഹറാമാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കൊച്ചുമക്കളെ സ്കൂളുകളിൽ നിന്ന് പോലും ഇതുപോലെയുള്ള വേണ്ടാവൃത്തികൾ നോക്കുകയോ കാണുകയോ മൊബൈൽ ഫോണും അല്ലാത്ത ഉപയോഗിക്കുന്ന കാലമാണ്. ഔറത്ത് കാണുക, അന്യ പെണ്ണുങ്ങളായിക്കോട്ടെ, പച്ചയായി ഒരു വസ്ത്രം പോലിടാതെ ഇരിക്കുന്ന ഔറത്തുകൾ വരെ, നഗ്നത വരെ പരസ്യമായി ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന ലോകമാണിത്. എത്ര ഒരു ഡേഞ്ചറാണ് അത്. ഈ ഉമ്മത്ത് മുഴുവൻ കാണാൻ നിന്നാൽ ഈ ഉമ്മത്തിനെ മുഴുവൻ അള്ളാഹു ശപിച്ചിട്ടുണ്ടാവില്ലേ? ഉമ്മത്ത് ശപിക്കപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തോർന്നിട്ട് എങ്ങനെ രക്ഷപ്പെടാനാണ്? പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? അള്ളാഹ് ശപിച്ചു എന്നാണ്. എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഇതാണെങ്കിൽ എൻ്റെ ഒരു ശ്രദ്ധയിലേക്കൊരു വിഷയം എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആളിപ്പോൾ ഗൾഫിലാണുള്ളത്, ഭാര്യ നാട്ടിലാണ്, ഒരു കുട്ടിയുണ്ട്. ഭാര്യയുടെ പണി എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ എടുക്കുക, അതിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കലും വേണ്ടാത്തൊക്കെ ഉണ്ടാവും. റൂം പോയി കിടന്നുറങ്ങി കുട്ടികൾ വാതിൽ തുറന്ന് വാതിൽ തുറക്കുന്ന ശല്യം ചെയ്യുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുക. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ആ ഫോണിട്ട് പോകും. അപ്പോൾ 30 വീണ്ടും കിടക്കാം. ഈ നടക്കുന്ന നടത്തത്തിനിടയിൽ ആ ഉമ്മ കണ്ടിരുന്ന മോശപ്പെട്ട വീഡിയോകളൊക്കെ അതിൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ കുട്ടി അത് കണ്ടു. ആ കുട്ടിക്ക് 11 വയസ്സായിട്ടുള്ള ആൺകുട്ടിക്ക്, ആ കുട്ടി ഇപ്പോൾ ഈ ഒരു സെക്ഷൽ വീഡിയോകളുടെ അഡിക്റ്റായി മാറി, വലിയ വിഷയമായി. ഇപ്പം എന്തേ ഉമ്മ അറിഞ്ഞിട്ട് പോലുമില്ല ഈ സംഭവം. കുട്ടി ഇത് മൊബൈൽ എടുത്ത് കൊണ്ടുപോകുന്നത് കാണാനാണ്. കണ്ട് കുട്ടിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി തുടങ്ങി. 10-11 വയസ്സാവുന്നുള്ളൂ. എത്ര ഡേഞ്ചറാണ് ആലോചിച്ച് നോക്കി. നമ്മുടെ പെണ്ണുങ്ങളും ഇത് കാണുന്നുണ്ട്, ആണുങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഉമ്മത്തിന്റെ ആമീനിനും ദുആ സമ്മേളനത്തിനും എവിടെ നിന്ന് ഉത്തരം കിട്ടാനാണ്? ലഅനല്ലാഹു الناظر والمنظور إليه. ഔറത്ത് നോക്കുന്നവനെയും ഔറത്ത് കാണിച്ചു കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കും, മുഅ്മിനീങ്ങൾ ശപിക്കും. യൽഅനുഹുമുൽ ലാഇനൂൻ. അതുകൊണ്ട് നമ്മൾ പേടിക്കണം. ഇതുപോലെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന് പ്രതിസന്ധി വരുന്നത്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രതിസന്ധി, പുറത്തുനിന്നുള്ള പ്രതിസന്ധി, ശത്രുക്കളുടെ പ്രതിസന്ധി, ഭരണകൂടങ്ങളിൽ നിന്ന് വരുന്ന പ്രതിസന്ധികൾ, ഭീഷണികൾ, ഇതിനൊക്കെ അള്ളാഹു നമ്മെ ശപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും?
എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? അള്ളാഹ് ശപിച്ചു വിട്ട പിന്നെ എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കോ? നമ്മൾ ഒരാളോട് പിണങ്ങിയാൽ ആ മനുഷ്യമ്മ തിരിഞ്ഞു നോക്കോ? ആൾ കിണറ്റിൽ വീണു, ആ കടന്നോട്ടെ എന്നല്ലേ പറയാ. ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിലേ ശപിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു ഈ ഉമ്മത്തിന് ശപിച്ചു, ആയിക്കോട്ടെ ഒരേ JCB മുഴുവെടുത്ത് കോരിക്കൊണ്ടേക്കോട്ടെ, എനിക്കെന്ത് അവർക്കിതൊക്കെ അല്ലേ വേണ്ടത് എന്ന് അള്ളാഹു അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ പേടിക്കണം. ലഅനല്ലാഹു നാദിറ വൽ മൻദൂറ ഇലൈഹി. മലക്കുകളുടെ ദുആയും അവരുടെ സാമീപ്യവും ഒക്കെ കിട്ടുന്ന കൂട്ടത്തിൽ അവരുടെ ശാപം വാങ്ങിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൻ ദഖലൽ ഹമ്മാമ ബിഗൈരി മിഅ്സരിൻ ലഅനഹുൽ മലക്കാൻ. അരമുണ്ട് വസ്ത്രമില്ലാതെ പബ്ലിക്കായ ഒരു ബാത്റൂമിലോ കുളിസ്ഥലത്തോ ഒരാൾ ഇറങ്ങുമ്പോൾ മുഅ്മിനായ ഒരു മനുഷ്യനെ, ആണായാലും പെണ്ണായാലും ഔറത്ത് കാണിക്കുമ്പോൾ അവർ രണ്ട് മലക്കുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫിത്ന വരും. ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ വിള്ളൽ വരും, ഛിദ്രത വരുന്നത് വലിയ വിഷയമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും പിന്നെ ഈ ഉമ്മത്തിന്റെ ഒരുമ വലിയൊരു വിഷയമാണ്. ഐക്യത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം കോംപ്രമൈസ് ചെയ്യാൻ, നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ആ ഐക്യമാണ് പ്രാധാന്യം, ഈ ഉമ്മത്തിന്റെ വഹ്ദത്താണ് പ്രാധാന്യം. അത് എല്ലാവരും മനസ്സിലാക്കണം. ഒരു ജയമോ പരാജയമോ എന്നതിനപ്പുറം ഈ ഉമ്മത്തിന്റെ സംഘശക്തി എന്ന് പറയുന്നത് അത് നശിക്കാൻ പാടില്ല. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഞാനൊരു ഹദീസ് പറയാം. താനി ജിബ്രീലു വമീകാഈലു വഇസ്റാഫീലു അലൈഹിസ്സലാം. 3 മലക്കുകൾ ഹബീബിന്റെ അരികത്ത് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഅ കുല്ലി വാഹിദിൻ മിൻഹും 70000. ഓരോരുത്തരുടെയും കൂടെ 70000 മലക്കുകളുണ്ട്. അപ്പോൾ ജിബ്രീൽ തങ്ങളുടെ കൂടെ ഒരു 70000 അകമ്പടി, മീകായിൽ അലൈഹിസ്സലാം അവരുടെ കൂടെ 70000, ഇസ്റാഫീൽ അലൈഹിസ്സലാം അവരുടെ കൂടെ ഒരു 70000. മീകായിൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സീനിയർ ആണെന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുമ്പ് അള്ളാഹു പഠിച്ചിട്ടുണ്ട് ഖബ്ബിർ എന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മീകായിൽ അലൈഹിസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാമും ഹബീബിന്റെ മുമ്പിൽ വന്നപ്പോൾ നബി തങ്ങൾ മിസ്വാക്ക് ചെയ്യാണ്. അങ്ങനെ ആ മിസ്വാക്ക്, ഹബീബിന്റെ മുബാറക്കായ മിസ്വാക്ക് നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുമ്പോൾ ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, എന്നാ ഖബ്ബിർ, നബിയെ മൂത്താൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ മീകായിൽ അലൈഹിസ്സലാമിന്, അതോ ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഒരാൾ അവിടുത്തെ സീനിയറാണ്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ ഒരാൾ, അബ്ബാസ് എന്നവരെ, നിങ്ങളാണോ നബിതങ്ങളാണോ മൂത്തത്? മൻ അക്ബറു, നിങ്ങളാണോ നബിതങ്ങളാണോ മൂത്തത്, മുതിർന്നവർ എന്ന് ചോദിച്ചു. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങൾ. നബി തങ്ങളെക്കാളും ഒരല്പം, 1 വർഷം 2 വർഷമൊക്കെ അത്രേ കൂടുതലുള്ളൂ, എളാപ്പയാണ്. അപ്പോൾ അബ്ബാസ് എന്നവരോട് ചോദിക്കുകയാണ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് എന്നവരെ, നിങ്ങളാണോ നബിയാണോ മൂത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹു അക്ബറു, നബിയാണ് മൂത്തത്, വലാകിന്നി ഉലിത്തു ഖബ്ലഹു, പക്ഷെ ഞാനാണ് ആദ്യം പ്രസവിക്കപ്പെട്ട ആള് എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാ സീനിയർ എന്ന് പറയുന്നത് മോശല്ലേ? നബിയാണ് മൂത്തത്, പക്ഷെ എന്നെയാണ് ആദ്യം പ്രസവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു അബ്ബാസ് റളിയല്ലാഹു. എത്ര മനോഹരമായൊരു മറുപടി. ജിബ്രീൽ തങ്ങൾ പറയാണ് കബ്ബിർ, ജിബ്രീൽ അലൈഹിസ്സലാമാണ് മലക്കുകളുടെ നേതാവ്, പക്ഷേ അവർ പറയും നബിയെ അവർക്ക് കൊടുക്കിൻ, അവരാണ് മുതിർന്നവർ എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് മുതിർന്നവർ ഇസ്രാഫീൽ അലൈഹിസ്സലാമ അല്ലെങ്കിൽ മീകായിൽ അലൈഹിസ്സലാമാണ്, അവർക്ക് കൊടുക്കിൻ എന്ന് പറഞ്ഞു ജിബ്രീൽ തങ്ങൾ. അപ്പോൾ 3 മലക്കുകളാണ് വന്നത് ഇവിടെ. താനി ജിബ്രീലു വമീകാഈലു വഇസ്റാഫീലു അലൈഹിസ്സലാം മഅ കുല്ലി വാഹിദിൻ മിൻഹും 70000. ഓരോരുത്തരുടെ കൂടെയും 70000 മലക്കുകൾ വേറുണ്ട്. അപ്പോൾ എത്രയായി? 70ഉം 2,10,000 ആവും അല്ലേ? 2,10,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ഹബീബിന് വന്നു പറഞ്ഞു കൊടുത്തൊരു ഹദീസ്. യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യുഖ്രിഉക സലാം, അല്ലാഹു അങ്ങയോട് അസ്സലാമു അലൈക്കും പറയുന്നുണ്ട് നബിയേ. വയഖൂലു ലക്, അങ്ങയോട് പറയുന്നുണ്ട്, ബല്ലിഗ് ഉമ്മതക, അങ്ങയുടെ ഉമ്മത്തികളോട് പറഞ്ഞു കൊടുക്കണം, അന്നമൻ മാത മിൻഹും വഹുവ മുഫാരിഖുനിൽ ജമാഅ ലം യശമ്മ റായിഹത്തൽ ജന്നഹ. മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നാൽ, നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഒരു കെട്ടുറപ്പുണ്ട്, ഉമ്മത്തിന്റെ ഒരു സംഘശക്തിയുണ്ട്, ഉമ്മത്തിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നാൽ ലം യശമ്മ റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാസന അവർക്ക് ലഭിക്കില്ലെന്ന് പറയണം. വലൗ കാന അക്സറ അഹ്ലിൽ അർളി അമല,
മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ള മനുഷ്യനായിരിക്കാം അയാൾ. പക്ഷെ അയാൾ പറയുന്നു ഞാൻ ഇവരുടെ കൂടല്ല, ഞാൻ ഒറ്റക്കാണ് എന്നൊരാൾ പറഞ്ഞാൽ വമൻ തറക്കൽ ജമാഅത ലഅൻതുഹു അന വമലായികതി, നബിയേ ഞാനും എൻ്റെ മലക്കുകളും അവരെ ശപിക്കുന്നുണ്ട്. വഖദ് ലഅൻതുഹു ഫിത് തൗറാത്തി വൽ ഇൻജീലി വസ്സബൂർ, അല്ലാഹു പറയാണ് ഞാൻ ശപിക്കുന്നുണ്ട്. ഞാൻ അത്തരം ആളുകളെ തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ശപിച്ചിട്ടുണ്ട്. വതാരികുൽ ജമാഅതി യുസ്ബിഹു വയുംസി ഫീ ലഅനതി വസഖതി, എൻ്റെ ദേഷ്യത്തിലാണ് അവർ നേരം വെളുക്കുന്നത്, എൻ്റെ കോപത്തിലാണ് അവർക്ക് വൈകുന്നേരമാകുന്നത്. എപ്പോഴും ഞാൻ അവരോട് ദേഷ്യത്തിലാണ്. വലിയ ഇബാദത്താണ്. പക്ഷേ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കാൻ അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ട്, റബ്ബിന്റെ ശാപമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 2,10,000 മലക്കുകളുടെ അകമ്പടിയോടെ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു കൊടുത്തൊരു ഹദീസ്. എത്രയാണ് ഇതിന്റെ പ്രാധാന്യം! ഇപ്പൊ ഉമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഭിന്നിപ്പുണ്ടാക്കരുത്. ഉമ്മത്തിന്റെ വഹ്ദത്ത്, ഭിന്നിച്ചു പോകരുത്, ഒരുമിച്ച് നിൽക്കണം. അതിനൊക്കെ നമുക്ക് കഴിയും. അള്ളാഹു അത്തരം ഹൃദയ വിശാലത അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ളതാണ്. യോയോ എന്നൊക്കെ പറയുന്നത് എങ്ങനെ നടക്കേണ്ടതെന്ന് അറിയില്ല, എന്ത് കോല കെട്ടേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെയാ കയ്യിലും കാലിലും കഴുത്തിലൊക്കെ വാരിടുന്നത്, ഇതൊന്നും അറിയാം. അങ്ങോട്ട് എങ്ങനെയൊക്കെയോ നടക്കുകയാണ്, അവർക്ക് തന്നെ അറിയില്ല. ഞാൻ ഇപ്പോൾ എവിടെ വെച്ചില്ലേ പണ്ട് മറ്റേ ലീക്ക് വീരാൻ, ഞാൻ ഇപ്പോൾ എവിടെ വെച്ചില്ലേ, ഇപ്പം അമേരിക്കയിൽ എന്ന് പറഞ്ഞു കൊടുത്തില്ലേ, മുമ്പ് കൂടെ ഉണ്ടായത് ആ സമയത്ത്. പക്ഷേ എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ എവിടെ, ഞാനിപ്പോൾ ആരാന്ന് പോലും അറിയില്ല. അങ്ങനെ കോലം കെട്ടി നടക്കണ്ടല്ലോ, ആണും പെണ്ണും അല്ല, ഏതാ ജെൻഡർ എന്ന് തിരിയൂല. അവരൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി പറയണേ. അതിൽ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് ഇത് ബാധകമല്ലല്ലോ, നമ്മൾ മുഅ്മിനീങ്ങളോടല്ല സംസാരിക്കുന്നത്. ലഅനല്ലാഹു വൽ മലായികതു റജുലൻ തഅന്നസ് വംറഅതൻ തദക്കറത്. വേറെയും ഒരുപാട് വാക്കുകളിൽ ഈ ആശയം വന്നിട്ടുണ്ട് ഹദീസിൽ. അൽ മുതഖന്നിസാത്ത്, ലഅനല്ലാഹു വൽ മലായികതു, അല്ലാഹുവും അവന്റെ മലക്കുകളും ശപിച്ചിട്ടുണ്ട്. റജുലൻ തഅന്നസ്, പെണ്ണിന്റെ വേഷം കെട്ടുന്ന ആണുങ്ങളെ അല്ലാഹുവിന്റെ മലക്കുകൾ ശപിക്കും. ഹെയർ ബാൻഡ് വെക്കുക, അത് പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണ് അല്ലേ. ആണിന് കുറേ മുടി വെച്ചൂടെ, അതിനെപ്പറ്റിയല്ല ഡിബേറ്റ്. ഒരു കോലം കണ്ട ഇത് പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണല്ലോ. അപ്പോൾ ക്ലിപ്പൊക്കെ വെച്ചിട്ട് മുട്ടി കെട്ടും വെച്ചിട്ട് ഇവിടെ ഒരു ക്ലിപ്പ്. അപ്പം പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ വെച്ചിരുന്ന സംഭവമാണിത്. ഇപ്പോൾ ആ ഒരു മോഡൽ പോയി തോന്നില്ലേ, പെട്ടെന്ന് ഔട്ടായിട്ടുണ്ട്. കുറേ ആൾക്കാർ മുടിയൊക്കെ വെട്ടി കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. ഹെയർ ബാൻഡ് വെക്കുക, മുടി നീട്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നീട് ഇവിടെ ഞാൻ ഹെർമ് കണ്ട ഒരു ചെക്കൻ, പിന്നെ സൈലോ തവാഫിലോ ഇവിടെ ഇങ്ങനെ മുടി റബ്ബർ ഇട്ടിട്ട് മുന്നേ ഒരു കൂന മുടി മേലൊക്കെ ഉണ്ട്. ഞാൻ വെച്ചാൽ ഏതായാലും ഇപ്പോൾ സാധു ഉംറ ചെയ്യാൻ വന്നല്ലോ, അൽഹംദുലില്ലാ, ബാക്കി നന്നായിക്കോളും. ഹെറമിലല്ലേ എത്തിയത്, ഇങ്ങനെയൊക്കെ മോഡലൊക്കെ ഉണ്ടെങ്കിലും ഹെറമിലെത്തിയാലോ. ഏത് നാട്ടുകാരനാണെന്ന് അറിയില്ല. പക്ഷേ ഈ മുടി ഇങ്ങനെ റബ്ബർ ഇട്ടിട്ട് ഇങ്ങനെ മേലൊക്കെ വെച്ചിട്ട് ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ മുടി വെച്ച് കൊടുക്കണേ, എന്ന പോലെ മുടി വെച്ച് അങ്ങനെ ലബ്ബൈക്ക് അല്ലാഹുമ്മ പറഞ്ഞ് നടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അറിയാത്തത് കൊണ്ടായിരിക്കും. ജാഹിലീങ്ങൾക്ക് അള്ള പുറത്തു കൊടുക്കും. പക്ഷെ ജഹലല്ലല്ലോ, നമുക്ക് ഇൽമല്ലേ വേണ്ടത്, അറിയണ്ടേ. പെണ്ണിന്റെ വേഷം കെട്ടുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളുടെ കോലത്തിലേക്ക്, അതാണ് ഈ വളയും മാലയൊന്നും പാടില്ല എന്ന് പറയാൻ കാരണം. നമുക്ക് പറ്റൂല. അത് ആഭരണങ്ങൾ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. അതിൽ നബി തങ്ങൾ അനുവദിച്ചത് വെള്ളിയുടെ മോതിരമാണ് പുരുഷന്മാർക്ക്. അത് വലത് കൈയിലോ ഇടത് കൈയിലോ നമുക്ക് മോതിരം വെള്ളിയുടേത് പുരുഷന്മാർക്ക് സുന്നത്തുണ്ട്, കൂലി കിട്ടും. എന്ത് ചെയ്യരുത്, വള ഉണ്ടാക്കരുത്. സ്റ്റീലിൻ്റെ വള, സ്റ്റീലിൻ്റെ ചെയിന്, കഴുത്തിൽ, കൈവില്, കാതില്. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളുടെ സ്വഭാവം സ്വീകരിക്കുന്ന ആണുങ്ങളെ അല്ലാഹുവും മലക്കുകളും ശപിച്ചിരിക്കുന്നു. വംറഅതൻ തദക്കറത്, ആണിനെ പോലെ നടക്കുന്ന പെണ്ണിനെയും. ആണുങ്ങളുടെ കോലം കെട്ടുന്ന പെണ്ണുങ്ങൾ കണ്ട ആണാന്ന് തോന്നും, ആ തരത്തിലുള്ള വേഷവിധാനം. അങ്ങനെയും ആവരുത്. ورجلا قعد على الطريق يستهز من نعما ورجلا شبع من الطعام في يوم مسغبة. പൊതുവഴിയിൽ ജനങ്ങളെ പരിഹസിച്ച് ഇരിക്കുന്ന ആളുകൾ. പൊതു റോഡാണ്, പൊതുവഴിയാണ്, ജനങ്ങളെ പരിഹസിക്കുക. കണ്ണു കാണാത്ത ആളുകൾ, വൈകല്യങ്ങളുള്ള ആളുകൾ, അവരെ പരിഹസിക്കുന്നത്. പിന്നെ പറഞ്ഞു, ദാരിദ്ര്യവും വിശപ്പുമുള്ള നാളുകളിൽ വയറ് നിറച്ച് തിന്നുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. നാട്ടിൽ പട്ടിണിയാണ്, ഒരാൾ മാത്രം എന്ത് ചെയ്യുന്നു, വയറ് നിറച്ച് തിന്നുന്നു. അയാളുടെ വീട്ടിൽ മക്കൾക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇപ്പുറത്ത് പട്ടിണിയാണ്. അവർക്ക് ഷെയർ ചെയ്യണം. പട്ടിണിയിലെങ്കിലും നമ്മൾ ഷെയർ ചെയ്യണ്ടേ. എന്നല്ലാതെ ഒരാൾ ഒന്നും കിട്ടാണ്ട് അവിടെ മരിക്കുക, ഇപ്പുറത്ത് വയറ് നിറച്ച് തിന്ന് അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പൊതുവഴികൾ വൃത്തിയാവണം. മൻ സല്ല സഖീമതഹു അലാ തുരീഖിൻ ആമിൻ മിൻ തുരീഖിൽ മുസ്ലിമീൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. വഴികളിൽ മൂത്രവും കാഷ്ടവും ഉപേക്ഷിക്കുന്നത്
പൊതുസ്ഥലങ്ങളിൽ വിസർജ്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹും അവൻ്റെ റസൂലും ശപിച്ചിരിക്കുന്നു, മലക്കുകൾ ശപിച്ചിരിക്കുന്നു, ജനങ്ങൾ ശപിക്കുന്നു. നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലും നമ്മുടെ പൊതുസ്ഥലങ്ങളിലും എന്താ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റാത്തത്? നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഒരു ബസ് സ്റ്റാൻഡിൻ്റെയോ ഒരു ട്രെയിനിൻ്റെയോ, ഫ്ലൈറ്റിലൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ട് കാണാറില്ല. നമ്മുടെ പള്ളിയുടെ മൂത്രപ്പുരകൾ, പബ്ലിക് ടോയ്ലറ്റുകൾ ഒക്കെ അതിലേക്ക് കയറാൻ പറ്റില്ല നാറ്റം കൊണ്ട്. ഇപ്പോൾ മൂത്രമൊഴിക്കണമെങ്കിൽ അവിടെ ഒരു ക്ലോസറ്റ് ഉണ്ടാവും, ഒരു ബൗൾ ഉണ്ടാവും. ആ ബൗളിലേക്കാണ് മൂത്രമൊഴിക്കേണ്ടത്. അത് ചുമരുമൊക്കെ പിടിച്ചാൽ അവിടെയൊക്കെ ദുർഗന്ധാവൂല, അതാരെങ്കിലും പിന്നെ കഴുകോ? അപ്പോൾ ആ മൂത്രത്തിൻ്റെ വാസന വരുന്നത് തന്നെ ഈ വെള്ളം ഒഴുകാത്ത സ്ഥലത്ത് ഇങ്ങനെ മൂത്രമൊഴിക്കുന്നതുകൊണ്ടാണ്. ഇത് നമ്മൾ പറയുന്നത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മളത് ശ്രദ്ധിക്കണം. വേറെ ആരും നോക്കില്ല, അത് പോട്ടെ, നമ്മൾ നോക്കണ്ടേ? പബ്ലിക് ബാത്റൂമുകൾ ദുർഗന്ധം നമിക്കുക, അവിടെ ഫ്ലഷ് ചെയ്യൂല, വെള്ളം ഒഴിച്ചു പോകൂല. എന്തൊരു വൃത്തികേടാണ് അതൊക്കെ. മുസ്ലിം ഉമ്മത്തിന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ് അത്വഹൂർ ശത്റുൽ ഈമാൻ. വൃത്തി, ക്ലീൻലിനെസ് ഈസ് ഹാഫ് ഓഫ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ പകുതിയാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ വൃത്തി വേണ്ടേ? എല്ലായിടത്തും വൃത്തി വേണം. നമ്മൾ എങ്ങനെയാണോ ടോയ്ലറ്റ് കാണാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെയാവണം അവിടെ എഴുന്നേറ്റ് ഒന്ന് നോക്കുക. അതിലെന്തെങ്കിലും ഉണ്ടോ? ചിലർ ഫ്ലഷ് ചെയ്യാൻ തന്നെ മറന്നു പോകും. എന്തോ ഹവീലാകരം, അവിടെ വെള്ളം ഉണ്ടാവും, ബക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലഷ് വർക്ക് ചെയ്യൂല. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കാണണം. എന്ത് ചെയ്യണം? ഒരു വേസ്റ്റ്, നമ്മൾ ശരീരത്തിൻ്റെ ഒരു വേസ്റ്റ് ഒരാൾ കാണുന്ന അവസ്ഥ വരരുത്. എന്തൊരു മോശമാണത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ മനുഷ്യന്മാർ ശപിക്കൂലേ? ആരാണ് ഇത് ചെയ്തു പോയത് പറയില്ലേ? നമ്മൾ പറയില്ലേ? അള്ളാഹുവിൻ്റെ മലക്കുകളും പറയും, അള്ളയും പറയുന്ന പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? വേസ്റ്റ് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യരുത്? മലമൂത്ര വിസർജനം ആവരുത്. വൃത്തിയാക്കണം. ടോയ്ലറ്റുകളും കാര്യങ്ങളൊക്കെ ഫ്ലഷ് ചെയ്യണം എന്നൊരു വലിയ ആശയം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ പൊതുവഴികളെ സംബന്ധിച്ചാണ് ഈ ഹദീസിന്റെ പ്രത്യക്ഷമായ പരാമർശം. പൊതുവഴികളിൽ മലമൂത്ര വിസർജനം ചെയ്യരുത്. പൊതുവഴികളിൽ നിന്നിട്ട് മൂത്രമൊഴിക്കുക ചെയ്യരുത്. അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ഹദീസുകളുണ്ട്, സൂചിപ്പിക്കട്ടെ. ഇന്നൽ മർഅത, ഏതെങ്കിലും ഒരു പെണ്ണ് വീട്ടിൽ നിന്നും ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങുന്നുവെങ്കിൽ, അത്യാവശ്യ കാര്യത്തിനൊന്നുമല്ല, ആവശ്യമേ ഉള്ളൂ, അത്യാവശ്യമല്ല, ഭർത്താവ് പറഞ്ഞു നീ പോവണ്ട എന്ന്, ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ച അവർ പറഞ്ഞു, ഇടങ്ങാറാക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല, പക്ഷെ അവൾ പുറത്തിറങ്ങാണ്, ഷോപ്പിങ്ങിനോ അതിനോ ഇതിനോ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങാണ്. അങ്ങനെ വരുമ്പോൾ ആകാശലോകത്തെ എല്ലാ മലക്കുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കും. ആ പെണ്ണ് നടന്നു പോകുന്ന ഓരോ മണൽത്തരിയും അവളെ ശപിക്കും. വീട്ടിലേക്ക് എത്തുന്നവരെ പുറത്തിറങ്ങരുതെന്നോ അത്യാവശ്യങ്ങൾക്കല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുതോ എന്ന് തന്റെ ഭർത്താവ് ഉപദേശിച്ചിരിക്കെ വെറുതെ അങ്ങാടിയിലൂടെ കിടങ്ങപ്പോൾ അവസാനത്തെ പത്താണ്, ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് നോമ്പിന്റെ മുമ്പ് ചെയ്തു വെക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ മിനിമം നമ്മുടെ ഇബാദത്തിന്റെ സമയത്ത് നഷ്ടം വരാത്ത രീതിയിൽ അതിനെ പരിഹരിക്കേണ്ടതാണ്. അതൊരു ഒരു 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 ഫെസ്റ്റിവലായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ബോധം നൽകട്ടെ. പെണ്ണുങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ബാതത്തിൽ മർഅതു ഹാജിറതൻ ഫിറാഷ സൗജിഹാ ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ്. കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോഴേ, ഭർത്താവിന്റെ കൂടെ അവരൊരുമിച്ച് കിടക്കേണ്ടവരാണ്. അത് മനഃപൂർവ്വം വെറുപ്പോടുകൂടെയോ ദേഷ്യത്തോടുകൂടെയോ ഒരു പെണ്ണ് മാറി നിൽക്കുമ്പോഴേ ലഅനതഹൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ശപിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ, മൻ ബാഅ ഐബൻ ലം യുബയ്യിൻഹു, ഒരു കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ ന്യൂനത പറയാതിരുന്നാൽ, ഇന്ന കുഴപ്പമുണ്ട് ഇതിന്. ഒരു ലാൻഡ് കച്ചവടം ചെയ്യാണ്, അത് ഇന്ന ആധാരത്തിൽ ഇത്ര പ്രശ്നമുണ്ട്, അതിൽ മൈനറുണ്ട്, അതിന്റെ അടിയാധാരത്തിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതൊന്നും പറയില്ല, കച്ചവടം നടക്കും, ആളുകൾ വഞ്ചിക്കപ്പെടും. അറിഞ്ഞ ഒരു ഐബ് പറയാതിരുന്നാൽ, ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴേ ഇത് ഒറിജിനലാണോ ഫേക്കാണോ ചോദിക്കും, പറഞ്ഞു കൊടുക്കുക അത് ഒറിജിനൽ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ഒരു ഐബ് പറയണമെന്നാ. കണിയത്ത് ഉസ്താദ് കച്ചവടം നടത്തി പൊളിഞ്ഞു എന്നാ പറയില്ല കച്ചവടം. പക്ഷെ മഹാനവറുകൾ സ്വർഗത്തിലേക്ക് വലിയൊരു കച്ചവടമാണ് നടത്തിയത്. കച്ചവടം നടത്തുമ്പോഴേ മരം ഫുൾ എടുക്കുമല്ലോ, പീസ് അല്ലല്ലോ, ഒരു ഫുൾ മരം ഒരുമിച്ചെടുക്കുമ്പോഴേ ചെറിയ ഓട്ട കാണുമ്പോൾ മഹാനവറുകൾ മരക്കച്ചവടം ചെയ്ത് പറഞ്ഞ് അതാണ് ചെറിയ ഓട്ടം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ വലിയ ഓട്ടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ആരാ വില കൊടുക്കുക? വണ്ടി കച്ചവടം നടത്തുന്നതൊക്കെ അധികം പറ്റിക്കലാണ്. ഏതെങ്കിലും വള്ളപ്പൊക്കത്തിലൊക്കെ വീണ് എഞ്ചിനൊക്കെ ഫെയിലായ സാധനം കൊണ്ടുവന്നത് പുതിയ സാധനം കേട്ടോ, 2020 മോഡലാന്ന് പറയും. മോഡലൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇതൊരു വെള്ളത്തിൽ കിടന്ന് എണീറ്റതാണെന്നെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ, ഞങ്ങൾ നന്നാക്കി എടുത്തിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു ഐബ് പറഞ്ഞു കൊടുക്കണം എന്നാണ്.
ഇന്ന പ്രശ്നങ്ങൾ ഇതിനുണ്ട്, അത് പറഞ്ഞിട്ടേ കച്ചവടം ചെയ്യും. അല്ലാതെ ചെയ്യുന്ന കച്ചവടങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകൾ ലം തസലിൽ മലായികതു തൽഅനുഹു, മലക്കുകൾ ആ മനുഷ്യനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ അവരുടെ വീടുകളിൽ മലക്കുകളുടെ ശാപങ്ങൾ വരൂലേ, അള്ളാഹുലേക്ക് തൗബ ചെയ്യണം. നമുക്ക് അങ്ങനെ കിട്ടുന്ന ലാഭം മതി എന്ന് വിചാരിച്ചാൽ പോരെ, അങ്ങനെ കിട്ടുന്നത് മതി. എന്തിനാണ് ഈ ആൾക്കാരെ പറ്റിക്കുന്നത്? ഉള്ളതുപോലെ പറയും. ഇഷ്ടികപ്പൊടി വരെ അരച്ചിട്ടും പല പൊടികളും ചേർത്തിട്ടൊക്കെയാണ് മുളക് പൊടി വരുന്നത്. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി, ഇത് ഒറിജിനൽ കിട്ടണമെങ്കിൽ ആ ബ്രാൻഡ് എടുത്തോളൂ, അല്ലെങ്കിൽ ഇവിടെ പോയിക്കോളൂ. നമ്മൾ അജുക്കോല അഫ്സൽ കണ്ടല്ലോ മേലെ, മാഷാ അല്ലാ. അത് മുപ്പരെ പോലെ എന്താ പറയുക, സ്വന്തം കൈകൊണ്ട് കഴുകി ഉണക്കി പൊടിച്ചുണ്ടാക്കി ഒറിജിനൽ വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നാട്ടിലുണ്ട്. പക്ഷെ നമ്മൾ പല ബ്രാൻഡുകളും കാണുന്നത് അങ്ങനെ, അതിലൊക്കെ വില കുറവുണ്ട്. അപ്പോൾ ആൾക്കാർ വേഗം വില കുറവല്ലേ എന്ന് പറഞ്ഞ് ഓടും. നോക്കുമ്പോൾ അതിൽ മുളക് പൊടി കുറച്ചേ ഉണ്ടാവുള്ളൂ, ബാക്കി പല പൊടിയായിരിക്കും. മരപ്പൊടി വരെ പെയിൻ്റ് അടിച്ച് വരുന്നുണ്ടെന്ന് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ചുവന്ന പൊടിയൊക്കെ ഇട്ട്. യാ അല്ലാഹ്, ഐബ് പറയണം. അങ്ങനെ കച്ചവടം ചെയ്യരുത്. മനുഷ്യൻ്റെ ജീവനും ശരീരവും കൊണ്ട് നമ്മൾ എത്രയാ സുഖങ്ങൾ ലോകത്ത്, എത്രയാ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ ഭക്ഷണം കൊണ്ട് ഉണ്ടാകുന്നതല്ലേ ബഹുഭൂരിപക്ഷം രോഗങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു ആകില റിബാ വമൂകില, പലിശ തിന്നുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അത് തീറ്റിപ്പിക്കുന്നവരെയും, വശാഹിദൈഹി, അതിനെ സാക്ഷി നിൽക്കുന്നവരെയും, വകാതിബഹു, അതിൻ്റെ അക്കൗണ്ടന്റുമാർ, ഹും ഫീഹി സവാ, അവരെല്ലാം ഇതിൽ ഒരുപോലെയാണ്. വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. വട്ടിപ്പലിശയും അല്ലാത്ത പലിശ ഒക്കെ ഉണ്ടാവും. അടവിന് സാധനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു സാധനത്തിൻ്റെ വില 1000 അത് 1000 കൊടുത്താൽ സാധനം തരും. അടവാണെങ്കിൽ അത് അടക്കുമ്പോൾ 1200 ആകുന്നുണ്ട്, എന്നാൽ അത് പലിശയാണ്. അയറെ കൊടുക്കുന്നത് പലിശയാണ്. നിങ്ങൾ അങ്ങനെ ഒരു ഗതികേടിലാണ് എന്ന് അള്ളാഹിനോട് പറയാൻ പറ്റുന്നൊരു കാരണമുണ്ടോ, അപ്പോഴേ നിങ്ങൾക്കത് പറ്റുള്ളൂ. വേറെ ഒരു വകുപ്പില്ല. നിങ്ങൾ മജ്ബൂറാണ്, കുടുങ്ങിപ്പോയതാണ്, അല്ലെങ്കിൽ പറ്റില്ല. ഉണ്ടിക്ക് പൈസ അയക്കുമ്പോൾ അങ്ങനെയാണ്. ഗൾഫിൽ നിന്നൊക്കെ അയക്കുമ്പോഴേ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അയക്കുമ്പോഴേ അത് പറ്റൂല എന്നത് വലിയൊരു ഡിബേറ്റാണ്. ഒരു ഗവൺമെൻറ്റിനെയും പറ്റിക്കാൻ പാടില്ല എന്ന്, ഒരു ഗവൺമെൻറ്റിൻ്റെയും നിയമത്തെ മറികടക്കാനും പാടില്ല. പക്ഷെ അതിലൊക്കെ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, 1,00,000 നാട്ട് ഞാൻ കൊടുത്തേക്കാം, പക്ഷേ അടവായി തന്നാൽ മതി, തിരിച്ചു വരുമ്പോൾ 1,10,000 ആവും, 1,20,000 ആവും. അത് പലിശയായപ്പോൾ സമയബന്ധിതമായി കൊടുക്കുന്ന കടത്തിന് ഏറെ വാങ്ങിക്കുന്നത് പലിശയാണ്. പിന്നെ ബാങ്കിൽ പോകുന്ന പലിശകളൊക്കെ പറയേണ്ട കാര്യം, അതൊക്കെ സർവ്വസാധാരണമാണ്. ബാങ്കിൽ ലോണില്ലാത്ത, അവിടെ പണയം വെച്ചിട്ടില്ലാത്ത ഏത് വീട്ടുകാരാളോ ഒന്ന് കൈപൊക്കിയാട്ടെ. ഒരു ബാങ്കിൽ ഒരു ലോണും ഇല്ല, ഒരു പണയവും ഇല്ല, ഒരാൾക്കും അടക്കാനില്ല. അൽഹംദുലില്ലാഹ്. ഉണ്ട് ഏകദേശം ഒരു മോർ ദാൻ ഹാഫ് ഓഫ് ദ ഓഡിയൻസ്. അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹ്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് എങ്ങനെ കൈപൊക്കിയെന്ന് അറിയില്ല. ഭർത്താവ് അറിയാതെ ഓല് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. നീയൊക്കെ മാലക്കട ഉണ്ടാവുമല്ലോ എന്ന്, അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. ഓല അതുകൊണ്ട് അടിച്ചു പൊളിക്കുന്നുണ്ടാവും ചിലപ്പോൾ. പിന്നെ അറിയാം പടച്ചോനെ ഇതൊക്കെ പോയല്ലോ എന്ന്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണേ. പലിശ എവിടെ കുറവ് എന്ന് നോക്കണം, അതാ വലിയ ഡേഞ്ചർ. എവിടെ പലിശ കുറവ്, അവിടെ എത്ര ഉള്ളൂ, ഇവിടെ എത്ര ഉള്ളൂ. രണ്ടും തീയാണ്. അത് ഏതാ കൂടുതൽ കത്തണത്, ഏതാ കുറച്ച് കത്തണമെന്നാണ് നോക്കുന്നത്. കയ്യിൽ വെച്ച ചൂട് ചോര് പോലെയല്ലേ. അതുകൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജോലി അന്വേഷിക്കുമ്പോൾ നമ്മളത് ഉണർത്തുന്ന വിഷയമാണ്. എന്നാലും ഒന്നുകൂടെ പറയാണ്, പലിശ ബാങ്കുകളുടെ ജോലികൾ, അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും പലിശ തന്നെയാണ്. അത് പാർട്ടി നടത്തുന്നതല്ലേ, പാർട്ടി നടത്തുന്നത് ഹറാമെങ്കിൽ ഹറാം തന്നെയാണ്, വലിയ സംശയമില്ല. പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ നിഷിദ്ധം തന്നെയാണ്. അത് ആലിമ്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ അറിയാം, സാധാരണക്കാർക്ക് അറിയാൻ പറ്റുമോ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മുടെ ഇടപെടലോ കാര്യങ്ങളോ വേണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷുറൻസ്, നമ്മൾ മജ്ബൂറാണ് വണ്ടിൻ്റെ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. അള്ളാഹു പുറത്തു തരും, കാരണം മജ്ബൂറാണ്. ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. പല ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് കാണുന്നുണ്ട് അല്ലേ. നിങ്ങൾ എത്രയാണോ പേ ചെയ്യുന്നത് ആ പൈസയുടെ ചികിത്സ, നിങ്ങൾ 5000 കൊടുത്തിട്ടാണ് പോളിസി എടുത്തത്, 5000 രൂപയുടെ ചികിത്സ നിങ്ങൾക്ക് ജായിസാണ് അല്ലേ. വലിയൊരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി വന്നു, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ല, നിങ്ങൾക്ക് ഒരു നിലക്കും അത് പേ ചെയ്യാൻ കഴിയില്ല, മജ്ബൂറാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ ഇല്ലാ മൗതുരിർത്തും, നിങ്ങൾക്ക് ഗതികേട് കൊണ്ട് കുടുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് പന്നിമാംസം തിന്നാം എന്ന് ഖുർആൻ പറഞ്ഞോ. അതുപോലത്തെ ഒരവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പോളിസി കൊണ്ട് ഉപകാരം എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് നമ്മുടെ പൈസയല്ല, ഒരുപാട് ആളുകളുടെ കാശാണ്. അതും ലോട്ടറിയൊക്കെ ഒരുപോലെയാണ്, അതല്ലെങ്കിൽ അതിന് സമാനമാണ്. അത് പിന്നെ ബൈത്തുൽ മാലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വെറുതെ പച്ച നുണ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ബൈത്തുൽ മാലല്ല, ബൈത്തുൽ മാൽ വേറെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആ പോളിസിയുടെ എമൗണ്ട് എത്രയാണോ അത് നിങ്ങളുടെ ഹക്കാണ്. അതിലേറെ വരുന്നത് നിങ്ങളെ കൊണ്ട് പേ ചെയ്യാൻ പറ്റും, നിങ്ങൾ പേ ചെയ്തേ പറ്റൂ. നിങ്ങൾ കുടുങ്ങിപ്പോയി, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, എന്നാൽ അത് ഉപയോഗിക്കാം. എന്നല്ലാതെ
ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്ന നിസ്കാരം നോമ്പ് അതോടെ തീർന്നു അല്ല. ജീവിതം മുഴുക്കയും അള്ളാഹുവിനെ സമർപ്പിക്കുമ്പോഴേ മുസ്ലിം ആവുക. അള്ളാഹുക്ക് സമർപ്പിച്ചു എന്നല്ലേ പറയാം. അത് നിങ്ങളുടെ ഫൈനാൻസിലും നിങ്ങളുടെ ഇക്കണോമിയിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഹോം അഫയേഴ്സിലും നിങ്ങളുടെ സോഷ്യൽ അഫയേഴ്സിലും ഒക്കെ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചതമ്പുരാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അക്കൗണ്ടന്റുകളും സിഎകളും ഒക്കെ ആകുമ്പോഴേ ഇതുപോലുള്ള കമ്പനികൾക്കൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അള്ളാഹുവിനോട് പറയാം, റബ്ബേ എനിക്ക് ഹലാലായ ജോലി മതി റബ്ബേ. മൻ തറക ലില്ലാഹ് ഷൈഅൻ അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ. അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ചാൽ അതിലേറെ ഖൈറായത് അള്ളാഹു നിങ്ങൾക്ക് പകരം തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഹബീബേ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഈമാൻ ഉറപ്പാണ്. നിങ്ങളുടെ ഈമാൻ ഉറപ്പാണോ, നിങ്ങൾ അള്ളാഹു ഹലാലിലേക്ക് എത്തിക്കുകയുള്ളൂ. നിങ്ങൾ ഹറാമിലേക്ക് പോകണ്ട. ബാങ്ക് ജോലി കിട്ടാൻ അപേക്ഷ വരെ കൊടുക്കണ്ട. എന്തേ? നമുക്ക് വേണ്ട. അവിടെ ഒരുപാട് ആൾക്കാർ, നാട്ടിൽ ഒരുപാടില്ലേ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർ. മുഅ്മിനായി നിങ്ങൾക്കത് വേണ്ട. വേറെ ആൾക്കാർ കയറിക്കോളും, അവർ ചെയ്തോട്ടെ, നമുക്കത് വേണ്ട. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈമാനെ പരിപോഷിപ്പിക്കും. എന്താ ഈ പലിശ ഇങ്ങനെ എതിർക്കാൻ കാരണം എന്നറിയോ? ഇസ്ലാം ഒരു മനുഷ്യൻ ഗതികേട് കൊണ്ടാണ് പലിശ കൊടുക്കുക. നിങ്ങൾക്കൊരായിരം, നിങ്ങളുടെ പേരെന്താ? യൂസുഫ് കുഞ്ഞുകോയ. അള്ളാഹ് തങ്ങളാണ്. കുഞ്ഞുകോയ തങ്ങളെ ഉദാഹരണം പറയുന്നില്ല. ഹുർമത്ത്. നിങ്ങളുടെ പേരെന്താ? ജാഫർ. ജാഫർ എന്താ ജോലി ചെയ്യുന്നത്? ഇലക്ട്രീഷ്യനാണ്, കാറ്ററിംഗ് ആണ്. അപ്പം ഇഫ്താറൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പം ഇഫ്താർ കഴിഞ്ഞപ്പോൾ അത്താഴത്തിൻ്റെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടല്ലേ? അത്താഴ പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ, അത്താഴ പാർട്ടിയൊക്കെ അല്ലേ? ഇഫ്താറിന് തികയണില്ല ബുക്കിംഗ്. അപ്പോൾ പിന്നെ ഇഫ്താറിന് വരുന്ന സഹരിക്ക് വരി, അത്താഴത്തിന് വരി എന്ന് പറയും. അപ്പോൾ ജാഫർ ഒരു പ്രയാസത്തിലുള്ള സമയം ₹1000 കടം തരുമെന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പ്രയാസത്തിലാണെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ജാഫറിനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, നമ്മുടെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ പച്ചയായി സഹായിക്കേണ്ട ആളാണ് അല്ലേ? ഞാൻ 1000 ജാഫറിന് കൊടുക്കുന്ന. ജാഫറെ, നീ എന്ത് ചെയ്യുക? നിനക്ക് കഴിയുന്ന സമയത്ത് തിരിച്ചു തരണേ, അല്ല ഇന്ന സമയത്ത് തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഇത് ചെയ്യേണ്ടതിന് പകരം ജാഫർ കുടുങ്ങിയിട്ടുണ്ട്, അപ്പൊ പിന്നെ ഒരു പണി ചെയ്യാം, എന്നാ ഞാൻ തരാം, എനിക്ക് 1100 തരേണ്ടി വരും. ആയിക്കോട്ടെ, എനിക്ക് ഇപ്പൊ 1000 കിട്ടുന്ന നിർബന്ധം, 1100 അടുത്ത മാസമല്ലേ, ഞാൻ തരാം. ഗതികേട് കൊണ്ട് ജാഫർ ഓക്കെ എന്ന് പറയും. അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഗതികേട് നിങ്ങൾ കച്ചവടാക്കരുത്. ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയ നേരം ആ മനുഷ്യനെ മനുഷ്യനായി കണ്ട് മനുഷ്യത്വത്തോടുകൂടെ സഹായിക്കുക. അവിടെ നഷ്ടം വരും, അവിടെ ചിലപ്പോൾ ഫ്ലക്ച്വേഷൻ വരും. നിങ്ങൾ കൊടുത്ത പൈസയുടെ മൂല്യം കൂടും കുറയൊക്കെ ചെയ്യും, നോർമലാ. മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ സഹിച്ചേക്കണം എന്നല്ലാതെ ഒരു മനുഷ്യൻ പ്രയാസപ്പെട്ടെടുത്ത് അവനെ പിടിച്ചു പറിച്ച് നീ എനിക്ക് ഏറെ വേണമെന്ന് അയാളുടെ ദാരിദ്ര്യം നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റരുത്. മനുഷ്യത്വം കാണിക്കണമെന്ന് ദീൻ പറയുന്നത്. മനുഷ്യത്വം കാണിക്കണം. ഒരു മനുഷ്യനോട് ചെയ്യുന്ന മര്യാദയല്ലേ അത്? ദാരിദ്ര്യം കൊണ്ട് കുടുങ്ങിയ ഒരു മനുഷ്യനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുകയാണോ? ഇത് ചെയ്യാൻ പാടില്ല. അത് ചെറുതും വലുതും. അതുകൊണ്ടാണ് ഇത്ര കണിശമായ പലിശയുടെ വിഷയം പറയാൻ കാരണം. അള്ളാഹു തആല അത്തരം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും പറ്റിപ്പോയത് അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു പറയുന്ന പോലെ ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലഅനല്ലാഹുൽ ഖംറ, അള്ളാഹു മദ്യവും ലഹരിയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചെറുപ്പക്കാര്, വിദ്യാർത്ഥിനികളെ, അള്ളാഹു മയക്കുമരുന്ന്, ലഹരി എന്തെല്ലാം ഉണ്ടോ. ഖംർ എന്ന് പറഞ്ഞത് മാ യഖ്മുറുൽ അഖ്ൽ ഐ മാ യസ്തുറുഹു, ബുദ്ധിയെ മറച്ചു പിടിക്കുന്നതെല്ലാം ഖംറാൻ. കുല്ലു മുസ്കിരിൻ ഹറാം, എവ്രി ഇൻടോക്സിക്കൻറ്റ് ഈസ് പ്രൊഹിബിറ്റഡ്. ഇസ്ലാമിൽ പാടില്ലാത്തതാണ് അത്. ഇപ്പം നമുക്കറിയാലോ, ഇതിന് ലഹരിയുടെ വിഷയം അറിയാലോ, എല്ലാവർക്കും അറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. വലിയ വിഷമത്തിലും വേദനയിലുമാണ് നമ്മുടെ മക്കളൊക്കെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത്. മക്കളെ, തരുന്ന മിഠായി, ആരെങ്കിലും തരുന്ന മിഠായി അതൊന്നും വാങ്ങി തിന്നാൻ നിൽക്കല്ലേ, ചോക്ലേറ്റും. അതിനുള്ളിൽ എന്താണ് വെച്ചിട്ടുള്ളതെന്ന് പോലും നിങ്ങൾക്കറിയില്ല. ഒരു കിക്കായിരിക്കും, പിന്നെ ഭയങ്കര രസമായിരിക്കും. ആനയുടെ കുതിരയുടെ ശക്തിയൊക്കെ എന്നാ പറയാം. ആന വന്നാലും നിന്നു കൊടുക്കാൻ പറ്റുമെന്നൊക്കെ അവർക്ക് തോന്നും. പക്ഷെ പിറ്റേന്ന് അവർക്കത് അടിച്ചില്ലെങ്കിൽ അവർ തളരുകയാണ്. അത് കിട്ടാതിരുന്നാൽ അവർ പിന്നെ അക്രമകാരികളായി മാറാണ്. അവർ അപഹരിക്കാൻ വേണ്ടി പോവാണ്. അവരുടെ സംസ്കാരവും ബുദ്ധിയും എല്ലാം നഷ്ടപ്പെടല്ലേ, ഒരു ഉമ്മത്തിനെ നശിപ്പിക്കല്ലേ ലോകത്തെല്ലായിടത്തും. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനൊരു പോലീസുകാരനെ സംസാരിച്ചു. അല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യൻ, അഹമ്മദ് സുവൈദി എന്ന് പറയും. അദ്ദേഹം ഇവിടുത്തെ നർക്കോട്ടിക്സിൻ്റെ ഒരു പോലീസ് ഓഫീസറാണ്. സുബ്ഹാനല്ലാഹ്. അതായത് അതെ, അദ്ദേഹം പറയാണ്, നമ്മൾ വിഷമിച്ചു പോവുകയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലുണ്ട് എന്നറിയുമ്പോൾ, നമ്മുടെ എളാപ്പയുടെ മുത്താപ്പയുടെ മക്കൾ ഇത് ചെയ്യുന്നു, നമ്മുടെ ജ്യേഷ്ഠനുജന്മാർ ഇത് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കണത്. ഇത് നാട്ടിലുണ്ട്, എല്ലാവർക്കും അറിയാം. ഗ്രാമങ്ങളിലുണ്ട്. വിവരമില്ലാത്ത ആളുകളെ വിവരക്കേട് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ വഞ്ചിക്കുന്നുണ്ട്. വിവരമുള്ള ആളുകളും അതിൽ പെട്ടുപോവുകയാണ്. കാശുണ്ടാക്കാൻ വേണ്ടി ആളുകൾ ഇത് ചെയ്യാണ്. ഇത് വ്യാപകമായ ഒരു വിപത്താണ്. അദ്ദേഹം അതിൻ്റെ ഒരുപാട് അനുഭവങ്ങളൊക്കെ വിവരിച്ചു. ഇതൊരു വ്യാപകമായ ദുരന്തമാണ്. ബൽവൻ ആമ്മ,
വ്യാപകമായ ദുരന്തമാണ്. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഈ ഉമ്മത്തിന്റെ യുവതലമുറയെ മുഴുവൻ അള്ളാഹു ശപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുക? എങ്ങനെ അവർ രക്ഷപ്പെടുന്നത്? ലഅനല്ലാഹുൽ ഖംറ വശാരിബഹാ, മദ്യവും അത് കുടിക്കുന്നവരും വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവരെ. പറയുള്ളൂ ഞാൻ പൈസ കൊടുത്തേക്കാം, അതാണ് ഈ സാഖി എന്ന് പറഞ്ഞാൽ. നീ ഇവിടെ കഴിഞ്ഞാൽ അത് എൻ്റെ വകയാണ്. നിന്റെ വകയാണെങ്കിലും ആരുടെ വകയാണെങ്കിലും വബായഹ, അത് വിതരണം ചെയ്യുന്ന ആളും വിൽക്കുന്ന ആളും. ഇതിനൊക്കെ ലിങ്കുകള് വലിയ വലിയ ഗാങ്ങുകളാണ്. അതിലൊക്കെ നമ്മളെ ആൾക്കാരുണ്ട്, പേരുള്ളവർ, നമ്മളെ ഖൗമിന്റെ പേരുള്ളവർ. വമുബ്താഅഹ, ആർക്കാണ് വിൽക്കപ്പെടുന്നത് അവരും. വആസിറഹ വമുഅതസിറഹ, ഇത് ഉണ്ടാക്കുന്നവരും ഇത് പാക്ക് ചെയ്യുന്നവരും. വഹാമിലഹ, അത് കൊറിയർ ചെയ്യുന്നവരും കൊണ്ടു നടക്കുന്നവരും. വൽ മഹ്മൂലത ഇലൈഹി, ആർക്കാണോ ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അവരും. വആകില സമനിഹ, ഈ ലഹരി വിറ്റ് ഉണ്ടാക്കുന്ന കാശ് തിന്നുന്നവനെയും അല്ലാഹും അവന്റെ മലക്കുകളും ശപിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, പുണ്യനബി ലോകത്തോട് ചെയ്ത നന്മയാണ് ഇതൊക്കെ. ഈ ഉമ്മത്തിന് ഹബീബിന്റെ വാക്കുകൊണ്ട് നബി തങ്ങൾ നിയന്ത്രിക്കുകയാണ്. നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത്, നിങ്ങളത് ചെയ്യരുത് എന്നൊരു ഉമ്മത്തിനോട് ഹബീബിന്റെ ഉപദേശമാണ്. നമ്മുടെ ചിന്തകൾ നബി തങ്ങൾ സംരക്ഷിച്ചു തന്നില്ലേ? നമ്മുടെ കൈകാലുകൾ, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ വ്യവഹാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, എല്ലാറ്റിലും പരിശുദ്ധിയല്ലേ പുണ്യനബി നൽകിപ്പോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് എന്തൊക്കെ ദുരന്തമാണോ നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. എന്തൊക്കെ ഉപകാരമുണ്ടോ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ ഇസ്ലാം, അത് നമുക്കും ഈ രാജ്യത്തിനും നാടിനും ഈ ഭൂമിക്കും ശല്യമായതുകൊണ്ടാണ്, വേണ്ടാത്തത് കൊണ്ടാണ്. ഇത് രണ്ടും ഇവിടെ നിൽക്കുമ്പോഴേ മനുഷ്യനെ അള്ളാഹു പരീക്ഷണത്തിന് അയച്ചു എന്ന് പറഞ്ഞ ആ ലക്ഷ്യം സാധൂകരിക്കുള്ളൂ. നബി എന്തിനാ അല്ലാഹു ഉണ്ടാക്കിയത്? എന്തിന് പിശാച്ച്? അള്ളാഹു പിശാച്ചിനെ അങ്ങനെ നശിപ്പിച്ചുകൂടായിരുന്നോ? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് എന്ന് നോക്കാനാണ്. നന്മ ചെയ്യാന്ന് പറയുമ്പോൾ തിന്മ വേണം, അപ്പോഴേ നന്മയുടെ പ്രസക്തിയുള്ളൂ. ഇരുട്ടുണ്ടാകുമ്പോഴാ വെളിച്ചത്തിന്റെ പ്രസക്തി. നീതിയുടെ പ്രസക്തി അനീതി നടക്കുമ്പോഴാണ്. സമാധാനത്തിന്റെ പ്രസക്തി അസമാധാനം ഉണ്ടാകുമ്പോഴാണ്. എന്ന പോലെ നന്മയും തിന്മയും ഒരുമിച്ച് ഈ ലോകത്തുണ്ടാകൂ. ഇതിൽ നിന്ന് നന്മ തെരഞ്ഞെടുക്കാനാ പുണ്യനബി നമ്മളോട് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഇനി പറയുന്നത് ഗൗരവമുള്ള ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ലഅനല്ലാഹു സബ്അതൻ മിൻ ഖൽഖിഹി മിൻ ഫൗഖി സബ്ഇ സമാവാത്, 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹു തആല 7 വിഭാഗം ആളുകളെ ശപിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകളെ 3 തവണയാണ് അല്ലാഹു ശപിച്ചത്. 3 തവണ. ഒരു കാര്യം ചെയ്യുന്ന ആളുകളെ 3 തവണ, ബാക്കി 6 പേരെ ഓരോ തവണ ശപിച്ചു. എന്താണത്? ശ്രദ്ധിക്കണേ ചെറുപ്പക്കാർ, ശ്രദ്ധിക്കണേ. വറദ്ദദൽ ലഅനത അലാ വാഹിദിൻ മിൻഹും 3. 3 തവണയാണ് ഒരു വിഭാഗത്തെ ശപിച്ചത്. പിന്നെ വലഅന കുല്ല വാഹിദിൻ മിൻഹും ലഅനതൻ തക്ഫി, പിന്നെ ബാക്കിയുള്ള 6 പേരെ അവർക്ക് അർഹിക്കുന്ന ഒരു ലഅനത്ത് മറ്റവർക്ക് 3 എണ്ണമാണ്. എന്താണ് 3 എണ്ണം? മൽഊനും മൻ അമില അമല ഖൗമി ലൂത്ത്, മൽഊനും മൻ അമില അമല ഖൗമി ലൂത്തിൻ, മൽഊനും മൻ അമില അമല ഖൗമി ലൂത്ത് അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അരാജകത്വം ലോകത്ത് നടക്കരുത് എന്ന് പഠിപ്പിക്കാൻ. സ്വവർഗഭോഗ രോഗികളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ പുരുഷൻ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, പെണ്ണ് പെണ്ണുമായിട്ട്, അതിന് സിഹാഖ് എന്ന് പറയും. പുരുഷന്മാരുടേതിൽ ലിവാത്ത് എന്ന് പറയും. അറബിയിൽ സൊഡോമി എന്നാണ് പറയാ. സൊഡോമി എന്ന് പറയുന്നത് സദൂം എന്ന നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ്. സദൂം ഗൊമറ എന്ന് പറയുന്ന 2 നാടുകൾ ഉണ്ടായിരുന്നു ലൂത്ത് നബിയുടെ കാലം. ലൂത്ത് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞത് ജോർഡാനിന്റെ ബോർഡറിൽ, ഫലസ്തീനിന്റെ ചാവുകടലിന്റെ പരിസരത്തുള്ള നാടുകളാണ്. ഇപ്പോഴും നമ്മൾ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കടന്നു പോകുമ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹം താമസിച്ചു പോയ വഴികളിലൂടെയാ പോവുക. നമ്മുടെ ഇടത് ഭാഗത്ത് ചാവുകടൽ, വലതു ഭാഗത്ത് ചെളി പോലെ, കോരിയിട്ട ചെളി പോലെ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു ബോർഡ് കാണും, ഇസ്രായേൽ ഭാഷയിലും അറബിയിലും ഇംഗ്ലീഷിലും ഉണ്ടത്. സൗജത്തു ലൂത്ത്, വൈഫ് ഓഫ് ലോട്ട്സ്, ലൂത്ത് നബിയുടെ ഭാര്യ എന്നാണ്. അപ്പൊ നോക്കുമ്പോൾ മലയിൽ ഒരു പാറയുടെ ഒരു രൂപം കാണും, ഒരു ശില്പം, ഒരു പെണ്ണിൻ്റെതുപോലെ തോന്നിക്കും. അത് ലൂത്ത് നബിയുടെ ഭാര്യയാണ് എന്നൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ ആ നാട്ടുകാർ, ഇപ്പൊ അവിടെ ബോർഡുണ്ട്, സൗജത്തു ലൂത്ത്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം നശിപ്പിക്കപ്പെട്ട സ്ഥലമാണത്. എന്താ അവര് ചെയ്തതെന്നറിയോ? ഇന്ന് അഭിമാനത്തോടെ പറയില്ലേ, സ്വർഗഭോഗർ, ഒരു രാജ്യം തന്നെ ഒരു നിയമം അത് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് അവന്റെ ഇസ്ലാം അതിലും വലുതാണ്. എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അനുവദിച്ചു എന്നല്ലേ പറയണുള്ളൂ, ചെയ്യണം നിർബന്ധിക്കല്ലോ. പാടില്ല. മദ്യപാനം ഇവിടെ ജായിസ എന്ന് പറഞ്ഞു, വെറുതെ തരാ ഗവൺമെന്റ് എന്ന് പറഞ്ഞു, നമ്മൾ വാങ്ങി കുടിക്കാൻ പറ്റുമോ? റേഷൻ പോലെ തരാന്ന് പറഞ്ഞു, നമ്മൾ കുടിക്കോ? പുരുഷൻ പുരുഷനിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ്
അമല ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ സമൂഹത്തിന്റെ പണി എന്ന് നബി ഞങ്ങൾ പറയുന്നത്. 3 തവണയാണ് അള്ളാഹു ശപിച്ചത്. ഇന്ന് അത്തരം ആളുകൾക്ക് സംഘടനകളുണ്ട്. അമേരിക്കക്കാരായ ആദ്യത്തെ ദമ്പതികൾ, അവരെ കണ്ടാൽ എത്നിക്കലി ഇന്ത്യക്കാരാണ്, മുഖം കണ്ടാൽ അമേരിക്കൻ പാസ്പോർട്ടുള്ള ആൾക്കാരാണ്. ആണാണും കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ അവർക്ക് കുട്ടി ഉണ്ടാവാൻ പോവുകയാണല്ലോ. വലിയ സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ 2 മാസം മുമ്പ്. അതിന് ന്യൂസ് കണ്ടു, 3 മാസം മുമ്പ്. അപ്പോൾ കുട്ടി ഉണ്ടാവില്ല. എങ്ങനെ കുട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരുത്തം വാപ്പയാണ്, മറ്റോ പെണ്ണാ. പക്ഷെ അവന് പ്രസവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെണ്ണിനെ ഗർഭപാത്രം വാടകയ്ക്ക് വിളിച്ചിട്ട് അവൻ്റെ സ്പേം നിക്ഷേപിച്ചിട്ട് അവർക്ക് കുട്ടി ഉണ്ടായി എന്ന് പറയാം. എന്നിട്ട് ഉമ്മി മാപ്പിയായി എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നു ആദ്യത്തെ സ്വർഗ്ഗഭോഗ രോഗികൾക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. ഇതാണ് ലോകം. ബാങ്ക് കേൾക്കുന്നുണ്ടോ? വ്യക്തമായി കേൾക്കണില്ലെങ്കിൽ നമുക്ക് തുടരാം. കഴിഞ്ഞ മൽഊനും മൻ അമില അമല ഖൗമി ലൂത്ത്. മനുഷ്യന്റെ വികാരവും മനുഷ്യന്റെ ഹോർമോണുകളും ഒക്കെ അല്ലാഹു പടച്ചത് തന്നെയാണ്. ഇത് നിയന്ത്രിക്കണമെന്നാണ് ശറഅ പറയാ. ട്രാൻസ്ജെൻഡറുകൾ വലിയ വിഷയമാണെന്ന്. ട്രാൻസ്ജെൻഡർ എന്താവും? നിനക്കാ കുഴപ്പമുണ്ടെങ്കിൽ നീ ഒരു ആലിമിനോട് വന്ന് ചോദിക്കുക, നിന്റെ കുഴപ്പം. അവർക്ക് ആ മസല എന്ന് അറിയണ ആവശ്യം ഉണ്ടാവില്ല. നിനക്കങ്ങനെ വിഷയമുണ്ടോ? നിങ്ങൾ ചോദിച്ചു പഠിക്കണം ഉലമാഇനോട്. അൽഹിഖിൽ മാല ബിൽ മബാൽ എന്ന് പറയും. ഹിജടകളെന്നോ അല്ലെങ്കിൽ നപുംസകങ്ങളെന്നോ എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകുന്നൊരു ശാരീരിക പരീക്ഷണമാണ്. കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ ജനിക്കണില്ലേ? കണ്ണില്ലാതെ ജനിക്കണില്ലേ? അസുഖങ്ങളുമായിട്ട് ജനിക്കണില്ലേ? വികൃതങ്ങളുമായിട്ട് ജനിക്കണില്ലേ? 0.1% ആളുകൾക്ക് വലിയ വൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി 99% ആളുകൾ പൂർണ്ണാരോഗ്യത്തിലല്ലേ ജനിക്കുന്നത്. ഒരു വൈകല്യമുണ്ടായാൽ ആ വൈകല്യം എന്താ നമ്മൾ ചെയ്യാം? മറച്ചു പിടിക്കൂലേ? ഒരു പുരുഷനിൽ സ്ത്രീ ഹോർമോണാണുള്ളത്. അത് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന് വിചാരിച്ചവർക്ക് ഏത് തോന്നിവാസവും ഹലാലാക്കണം എന്ന് വാദിക്കുകയാണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു കുഴപ്പവുമില്ലാത്ത സാധാ പുരുഷനും സ്ത്രീയും അള്ളാഹു എത്രയാണ് ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചു എന്ന് എത്രയാ ഖുർആൻ പറഞ്ഞു എന്നറിയങ്ങൾ? നിങ്ങളെടുത്ത് ഓതി നോക്കുമ്പോൾ കാണാൻ പറ്റും. അദ്ദക്കറ വൽ ഉൻസ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് അത് പറയൽ അനിവാര്യമാണ്. ഇനി ആണും പെണ്ണും അല്ലാത്തൊരു വർഗ്ഗമാണ് മനുഷ്യൻ എന്ന് പറയാൻ അപ്പോൾ പോണത്. ആണെന്ന് പറയുമ്പോൾ ഇത് പെണ്ണ് എന്ന് പറയുമ്പോൾ ഒരു മോശം. അത് അങ്ങനെ ആണും പെണ്ണൊന്നും എല്ലൊക്കെ ഒരു ജെൻഡറാണ് എന്ന് പറയാൻ പോകുന്ന ഒരു ലോകത്ത് അദ്ദക്കറ വൽ ഉൻസ, അള്ളാഹു ആണിനെ ആണായും പെണ്ണിനെ പെണ്ണായിട്ട് പഠിച്ചു. അത് മനുഷ്യന് തിരുത്താൻ കഴിയില്ല. ഈ ജെൻഡർ മാറ്റിവെക്കാൻ വേണ്ടിയൊക്കെ ജെനറ്റൈൽസിലൊക്കെ വരെ സർജറി നടത്തി റിഗ്രറ്റ് ചെയ്ത് സങ്കടപ്പെട്ട് ഡിപ്രഷൻ വന്ന് മരിച്ചു പോകുന്ന എത്രയോ രോഗികളുണ്ട്. ഞാൻ അതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ ഇന്ന് എയർപോർട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ റിപ്പോർട്ടുകളാണ് സൈക്കോളജിസ്റ്റുകൾ സമർപ്പിക്കുന്നത്. വേണ്ടില്ലായിരുന്നു, പെണ്ണും ആണൊക്കെ ആയിട്ട് കോലം കെട്ടി വന്നതാ. പിന്നെ അവർ ആണിലും പെടുന്നില്ല, പെണ്ണിലും പെടുന്നില്ല. ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് 4 സോഷ്യൽ മീഡിയയിൽ വിട്ടു. കുറച്ച് ലൈക്കും ഷെയറൊക്കെ കിട്ടി. പിന്നെ ഒറ്റക്കാണ്. പിന്നെ ആണുമല്ല പെണ്ണുമല്ല, അവനെന്നെ തോന്നിയാൽ എന്തിനാ ഈ പണിയൊക്കെ ചെയ്തത് എന്ന്. അങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഇരുട്ട് റൂമിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ആണായിട്ടും പെണ്ണായിട്ടും അല്ലാഹു പടച്ചത് അത് റബ്ബിന്റെ ഹിക്മത്താണ്. അതെങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റും? അപ്പൊ അങ്ങനെ ഒരു ആണോ ഒരു പെണ്ണോ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജനനേന്ദ്രിയം ഏതാണോ അതാണവർ. ചിലപ്പോൾ ആണിൻ്റെതാണ് കാണുമ്പോൾ പെണ്ണാ തോന്നും, ആൾ ആണാണ്. ആ പെണ്ണിൻ്റെതായി കാണുന്ന ശാരീരിക വിഷമങ്ങൾ അത് മറച്ചു പിടിക്കുകയോ ഒതുക്കി വെക്കുകയോ പ്രകടിപ്പിക്കാതിരിക്കുകയോ ചെയ്യില്ലെങ്കിലും മിനിമം ഒരു മനുഷ്യന്റെ മാന്യതയല്ലേ. പക്ഷെ അത് പെണ്ണിനെ പോലെ അങ്ങനെ നടക്കുക, സാരി ചുറ്റി നടക്കുക, യാചിക്കും ചെയ്യുക, അല്ലാതെയും ചെയ്യുക. ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒന്ന് തോണ്ടുകയാണ്, പൈസ എടുക്കുന്നത്. ആരാ നല്ല സാരി കിട്ടി ഒന്നാന്ന് വമ്പറന്നോള് നോക്കുമ്പോൾ ആണാണ്. പക്ഷെ അതൊരു സെലിബ്രേഷൻ, ആഘോഷിക്കുക. ഇതൊരു വൈകല്യമാണ്. ആ വൈകല്യം നിങ്ങൾ ക്ഷമിക്കുന്നതിന് അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും. ഒരു കണ്ണില്ലാതെ മനുഷ്യന്മാർ ജനിക്കണില്ലേ? കൈകാലില്ലാതെ ജനിക്കുന്നില്ലയോ? വൈകല്യങ്ങൾ ഉണ്ടായിട്ട് ജനിക്കുന്നില്ലേ? പക്ഷെ ആ വൈകല്യം ഒരു സെലിബ്രേഷൻ ആക്കാൻ പറ്റും. ഇതെന്ത് കാലമാണ്? അത് സൃഷ്ടിപ്പാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ വൈകല്യത്തെ മറച്ചു പിടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാം. അത്തരം സർജറികൾ പോലെ അവർക്ക് ജായിസാണ്. പക്ഷേ ഒരു ആണായിട്ട് ജനിച്ചൊരു മനുഷ്യൻ പെണ്ണിനെ പോലെ നടന്ന് സ്വർഗ്ഗഭോഗ രോഗിയായിട്ട് ജീവിക്കുന്നത് അത് അംഗീകരിക്കണമെന്നും അവരുടെ ഹോർമോൺ അങ്ങനെയാണെന്നും അങ്ങനെ ജനിച്ചു പോയതല്ലേ, അവർക്ക് അങ്ങനെയാ തോന്നുന്നുള്ളൂ, അവർക്ക് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂല, അവർക്ക് ആണിനോട് ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് പറയിപ്പിച്ച ലോകത്ത് പ്രഖ്യാപിച്ച മുഴുവൻ ആളുകളും സ്വർഗ്ഗഭോഗ രോഗികളായിരുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യന്മാർ ഭാര്യയെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരാൾക്ക് തോന്നുക കാണുന്ന പെണ്ണുങ്ങളൊക്കെ സമീപിക്കണമെന്ന്. അവൻ്റെ ഹോർമോൺ അങ്ങനെയാ, നടക്കട്ടെ നിങ്ങൾ പറയോ? നടക്കട്ടെ എന്ന് പറയോ? ആ ഹോർമോണിനെ നിയന്ത്രിക്കണം എന്നല്ലേ പറയാ? അവന്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കണം എന്ന് പറയും, ഇല്ലേ? എങ്കിൽ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പറയുന്നില്ല? ഒരു ചെക്കന് തോന്നുക കാണുന്ന പോലെ മുഴുവൻ അടിക്കണമെന്ന്.
അപ്പം ഒരു കൂട്ടർ സപ്പോർട്ട്, ഓൻ അങ്ങനെ തോന്നുന്നു, ഓൻ്റെ ഹോർമോൺ അങ്ങനെയാ, നിങ്ങളൊക്കെ നിന്നോടുക്കും അടി കൊള്ളാൻ വേണ്ടിയിട്ട്. അവന് പിടിച്ചു വെക്കണ്ടേ, അവൻ നിയന്ത്രിക്കണ്ടേ. അത് അവന് ഭ്രാന്താണെങ്കിൽ പോട്ടെ, വിഷയം അതല്ല. ബോധമുള്ള ആളുകൾക്കൊരു ഒരു 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 ഫിസിക്കൽ ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നു, ദീൻ പഠിപ്പിക്കുന്നു, സംസ്കാരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അതൊക്കെ വകഞ്ഞു മാറ്റി ആണും പെണ്ണും സ്വവർഗഭോഗ രോഗികളായിട്ടും അല്ലാതെയും നന്മയും സർവ്വമൂല്യങ്ങളും കളഞ്ഞു കുളിക്കുക, അതിന് കൊടിപിടിക്കുക, അതിന് സംഘടനകൾ, അതിന് ഫേസ്ബുക്ക് കൂട്ടായ്മകൾ. എന്തോ ഒരു കാലമാണ് റബ്ബേ ഇത്. എന്താ മനുഷ്യന്മാർ ചിന്തിക്കാത്തത്? ഇങ്ങനെ മൃഗമായി ജീവിക്കാനാണോ പടച്ചതമ്പുരാ മനുഷ്യനെ പടച്ചത്? ഒരു മനുഷ്യന്റെ ജനനേന്ദ്രിയമേതോ ഒരു വലിയൊരു ജാഹിലിയ കാലത്ത് ഒരു അറബിയുടെ ചരിത്രമുണ്ട്. അബ്ദുല്ലാഹിബ്നു ജദാനിന്റെയോ മറ്റോ സംഭവമാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹമാണ് പറഞ്ഞതെന്ന്. നപുംസകയായ ഒരാളുണ്ടായിരുന്നു. ഒരു ആണിന്റെ ഓഹരിയാണോ പെണ്ണിന്റെ ഓഹരിയാണോ സമ്പത്ത് കൊടുക്കേണ്ടത് എന്നൊരു ചർച്ച വന്നപ്പോ ആ അറബി ഗോത്രത്തിന്റെ പ്രമുഖൻ പറഞ്ഞൊരു വാക്കാണിത്, അഅ്തിൽ മാല ലിൽ മബാൽ. ബൗൽ എന്ന് പറഞ്ഞാൽ മൂത്രം എന്നാണ്. മൂത്രമൊഴിക്കുന്ന സ്ഥലം ഏതാണോ അതിനനുസരിച്ച് സമ്പത്ത് കൊടുക്കേണ്ടത്. അത് ആണിൻ്റെതാണെങ്കിൽ പുരുഷന്റെ ഓഹരി, അല്ലെങ്കിൽ പെണ്ണിൻ്റേത്. അതാണ് അതിന്റെ സാരം. ചുരുക്കി പറഞ്ഞാൽ ആണും പെണ്ണും എന്ന രണ്ട് വർഗമല്ലാത്ത മൂന്നാമതൊരു വർഗം അള്ളാഹ് പഠിച്ചിട്ടില്ല. അത് മനുഷ്യൻ ചില വൈകല്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതൊരു വൈകല്യമാണ്, അതിന് പരിഹാരം കാണണം. പക്ഷേ അവർക്ക് തോന്നുന്ന ഹോർമോണുകളുടെ ആ ഒരു തോന്നലനുസരിച്ച് ചെയ്യണം എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്നത് മിനിമം സംസ്കാര ശൂന്യതയാണ് എന്ന് പറയാം. അതാരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. മുസ്ലിം ഉമ്മത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണ് പറയണത്, അല്ല നാട്ടിൽ നടക്കുന്നവരോട് നമുക്ക് അവരോടൊന്നും പറയേണ്ട ബാധ്യതയില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഉമ്മത്തിലെ മെമ്പർമാരോട് മാത്രമാണ്. നമുക്കത് പറ്റില്ല, നമുക്ക് ആ പരിപാടി പറ്റില്ല. 3 തവണയാണ് അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൽഊനും മൻ അമില അമല ഖൗമി ലൂത്ത്. എന്നിട്ട് പറഞ്ഞു മൽഊനും മൻ ദബഹ ലിഗൈരില്ലാഹ്. അല്ലാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി, റബ്ബിന്റെ പ്രതിഫലത്തിന് വേണ്ടിയാണ് നമ്മൾ ബലിദാനം ചെയ്യുന്നത്. അന്ന് മക്കയിൽ അന്നത്തെ അവരുടെ ആരാധ്യർക്ക്, ബിംബങ്ങൾക്ക്, ദൈവങ്ങൾക്ക്, ദേവികൾക്ക് വേണ്ടി അവർ അറവ് നടത്താറുണ്ട്. അത്തരം അറവ് നടത്തുന്ന ആളുകളും ശപിക്കപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചിലർ പറയും മൊയ്തീൻ ഷേഖ് തങ്ങളുടെ ആണ്ടിന് അറുക്കണത് അതും ദബഹ ലിഗൈരില്ല. ചില വമ്പന്മാരുണ്ട് നാട്ടിൽ, ചില ആളുകൾ, അവർ പറയും അത് കൊണ്ടേ കളയാൻ നല്ലത്, അതൊക്കെ അല്ലാഹ്ക്കല്ലാത്തവർക്ക് വേണ്ടി അർത്ഥതല്ലേ എന്ന്. മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് അഖീഖത്ത് അർത്ഥങ്ങൾ എന്താ പറയാ? അത് കുട്ടിക്ക് അർത്ഥത്, അല്ലാഹ്ക്ക് അർത്ഥതല്ല എന്നാ പറയാ? അങ്ങനെയാണോ പറയാ? അത് ആ കുട്ടിക്ക് നരകമോചനം ഉണ്ടാവാൻ, അള്ളാഹ് പ്രതിഫലം കൊടുക്കാൻ വേണ്ടി, അള്ളാഹ് സ്വീകരിക്കാൻ വേണ്ടി അല്ലേ നമ്മൾ ഇറക്കുന്നത്. മഹാനായ മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിറ, അവരുടെ ഒരു ആണ്ട് വരുന്നു, ബദരീങ്ങൾ ആണ്ട് വരുന്നു. എന്താ? നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ദാനമാണ്. എങ്ങനെ? അള്ളാഹുവേ, മാംസം വിതരണം ചെയ്യുന്നു, ഭക്ഷണം വിതരണം ചെയ്യുന്നു, ഇതിന്റെ കൂലി അള്ളാഹുവേ ദീനിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഈ മഹാന്മാർക്ക് നീ കൊടുക്കണമേ, നിന്റെ ഔലിയാഇന് നീ കൊടുക്കണമേ പടച്ചോനെ അതിന്റെ കൂലി എന്ന് പറഞ്ഞ് ആ പ്രതിഫലമാണ് ദാനം ചെയ്യുക. ആരാ കൂലി കൊടുക്കേണ്ടത്? അള്ളാഹു ജല്ല ജലാലു. അത് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ ഇതൊക്കെ ഹറാമിന്റെ ഭക്ഷണമാണെന്ന് പറയും?